ഈ വെബ് സീരീസുകളൊക്കെ കാണുന്ന ആൾക്കാരോട് പോയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വെബ് സീരീസുകളുടെ പേര് പറയാൻ പറഞ്ഞു വെച്ചാൽ അവർ ആദ്യം പറയുന്ന 2 പേരുകൾ ഏതായിരിക്കും എന്ന് പറഞ്ഞു വെച്ചാൽ ഒന്നും ബ്രേക്കിംഗ് ബാഡും അതേപോലെ തന്നെ ഗെയിം ഓഫ് ത്രോൺസ് ആയിരിക്കും. അതുപോലെ ആനിമേ സീരീസ് കാണുന്ന ആൾക്കാരോട് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആനിമേ സീരീസിൽ തന്നെ ഗോട്ട് എന്ന് വിളിക്കാൻ പാകത്തിനുള്ള ഒരു ആനിമേ സീരീസ് ഏതാന്ന് ചോദിച്ചാൽ എല്ലാവരും ആദ്യം പറയുന്ന ഒരു ആനിമേ സീരീസിന്റെ പേരായിരിക്കും വൺ പീസ്. ഞാൻ വൺ പീസിന്റെ ഏകദേശം ഒരു 1162 എപ്പിസോഡുകളോളം കണ്ടിട്ടുണ്ട്. നിലവിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആനിമേ സീരീസ് കൂടിയിട്ടാണ് വൺ പീസ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഈ 1162 എപ്പിസോഡുകൾ കാണുമ്പോഴും എനിക്ക് ഒരിക്കലും ഇതൊരു മോശം ആനിമേ സീരീസ് ആയിട്ടോ അല്ലെങ്കിൽ ഇത് കാണുന്നത് കൊണ്ട് എനിക്ക് നഷ്ടം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാമെന്നൊന്നും ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ എൻ്റെ പഞ്ചായത്ത് പോലും എന്താ പറയുക മൊത്തത്തിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എൻ്റെ പഞ്ചായത്തിലുള്ള പല സ്ഥലങ്ങൾ പോലും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് ഒന്ന് ഈ ലോകമൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാം, ഒരുപാട് ട്രാവൽ ചെയ്യണം, ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടണം, ഒരുപാട് ആൾക്കാരിനെ എൻ്റെ പ്രശ്നങ്ങൾ അറിയണം, അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ നമ്മൾ പൊളിറ്റിക്സ് ഒക്കെ സംസാരിക്കണം. അതുപോലെ തന്നെ എന്താ പറയാ എൻ്റെ ക്യാരക്ടറിൽ തന്നെ ഒരുപാട് ചേഞ്ച് ഒക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അതിന് വൺ പീസ് ഒരു കാരണമാണ്. ഭൂരിഭാഗം ആൾക്കാരുടെ വീഡിയോയും കണ്ടിട്ടുണ്ട്, വൺ പീസ് എന്നെ മോട്ടിവേറ്റ് ചെയ്തു, വൺ പീസ് കണ്ടുകൊണ്ട് ഞാൻ മാറി എന്നൊക്കെ പറയുന്ന ടൈമിൽ ഞാൻ ആദ്യം വിചാരിച്ചു ഇവരൊക്കെ ഇങ്ങനെ ചുമ്മാ വന്ന് ക്യാമറന് മുമ്പ് മറത്തിരുന്ന് വെറുതെ എന്തൊക്കെയോ വിളിച്ചു പറയാമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ വൺ പീസ് എന്നൊരു ലെജൻഡറി സാധനം അല്ലെങ്കിൽ ഒരു ലെജൻഡറി ആനിമെ കണ്ട ശേഷമാണ് എനിക്ക് ഈ ലോകത്തോടുള്ള പെർസ്പെക്റ്റീവ് തന്നെ മാറിയത്. വൺ പീസിനെ എന്താണ് ഇത്ര വ്യത്യസ്തമാക്കുന്നതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു പറഞ്ഞാൽ ഞാൻ പറയും ഇതിൻ്റെ നരേഷനും അതുപോലെ തന്നെ ഇതിൻ്റെ വേൾഡ് ബിൽഡിങ്ങും ആണെന്ന് പറയും. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ക്യാരക്ടേഴ്സിനും ഉണ്ടാവുന്ന ചേഞ്ച്, ഓരോ ആർക്കിലും ഓരോ ക്യാരക്ടേഴ്സ് പുതിയതായിട്ട് ഇൻവോൾവ് ആവും. അതിൽ അവരൊക്കെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും, അവരുടെ നാടുണ്ടാവും, അവിടെ കുറെ കഥകളുണ്ടാവും. എന്താ പറയാ ഏകദേശം ഇനിയും ഇവര് പറയുന്നത് ഏകദേശം ഇതൊരു 3000 എപ്പിസോഡോളം നീണ്ടുപോകുന്നൊക്കെയാ പറയുന്നത്. ചിലര് പറയുന്നു പെട്ടെന്ന് തന്നെ വൺ പീസ് എൻഡാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഇതിപ്പോ ഒരു 3000 എപ്പിസോഡ് ആവുകയാണെങ്കിലും ഈ ഒരു ആനിമേ സീരീസ് കഴിഞ്ഞ ശേഷം ഞാൻ ഉറപ്പായും ഈ ഒരു ആനിമേ സീരീസ് വീണ്ടും എടുത്ത് റീവാച്ച് ചെയ്യും.